മന്ത്രി കൂടിയായിട്ടുള്ള വി അബ്ദുറഹിമാൻ സ്വന്തം മണ്ഡലത്തിൽ ഇതാ ഇപ്പോൾ പര്യടനം ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ. ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് തിരൂർ ആഗ്രഹിക്കുന്നത്. തിരൂർ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൃത്യമായി തന്നെ ജനങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന കടമ പൂർണ്ണമായും ഉത്തരവാദിത്തോടു കൂടി നടപ്പിലാക്കും. അതിന് കൃത്യമായ പ്ലാനുണ്ട്. നമ്മൾ താനൂരിൽ മത്സരിക്കുമ്പോൾ കൃത്യമായൊരു മാസ്റ്റർ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് മത്സരിച്ചത്. ഓരോ മേഖലകൾ പ്രത്യേകം വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, മറ്റുള്ള അടിസ്ഥാന വികസന മേഖല, അതോടൊപ്പം തന്നെ ഏത് മേഖലയിലും അത് കൃത്യമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് വലിയ തടസ്സങ്ങൾ അവിടുത്തെ അതാത് പഞ്ചായത്തുകൾ ഭരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ബോർഡുകളും മുനിസിപ്പാലിറ്റികളും നമുക്കുണ്ടായിരുന്നു. എങ്കിലും അതിനെ തരണം ചെയ്താണ് അവിടെ നമ്മളത് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പലതും പൂർത്തീകരിച്ചിട്ടുള്ളത്. ആ ഒരു ഗതി തിരൂരിനുണ്ടാകാൻ പാടില്ല. കാരണം തിരൂരിൽ മത്സരിക്കുക, അവിടെ വിജയം ഉറപ്പിക്കുക, അതിന് പക്ഷേ കൃത്യമായി തന്നെ തിരൂരിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം എന്താണോ അത് നമ്മൾ കൃത്യമായി തന്നെ തിരൂരിൽ കൊണ്ടുവരും. തിരൂരിനെ സംബന്ധിച്ച് വികസന മുരടിപ്പാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നതെന്നാണോ? എന്താ സംശയം? ഇവിടെ തിരൂർ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുക. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഇവിടുന്ന് MP-മാരായി ജയിച്ചു പോയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ മാത്രമാണ്. ഇന്നും തിരൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള അവഗണന, ഏകദേശം 34ഓളം ട്രെയിനുകൾ നിർത്താതെ പോവുകയാണ് തിരൂരിൽ. ഏറ്റവും കൂടുതൽ ദീർഘദൂര യാത്രക്കാരുള്ള ഒരു ജില്ലയാണ് മലപ്പുറം. ആ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്റ്റേഷനിലുള്ള അവഗണന വരെ മാറ്റിയെടുക്കാൻ ഇവിടെ നിന്ന് ജയിച്ചു പോയ MP-മാർക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ഒരു ഉത്തരവാദിത്വം ഇവിടെ MLA-മാർക്കും ഇല്ലേ? തിരൂരിൽ എന്തെല്ലാം നടക്കാമായിരുന്നു, എന്തെല്ലാം വ്യത്യസ്തമായുള്ള സ്ഥലങ്ങൾ, വികസനത്തിനായി ഏറ്റെടുത്ത സ്ഥലങ്ങൾ പോലും കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, സ്വപ്നനഗരി പദ്ധതിക്ക് ഏറ്റെടുത്ത 21 ഏക്കർ സ്ഥലം, അതോടൊപ്പം തന്നെ തിരൂർ മാർക്കറ്റിന് വേണ്ടി ഏറ്റെടുത്തുള്ള ഏക്കർ കണക്കിന് സ്ഥലം, ഇതെല്ലാം തന്നെ ഉപയോഗശൂന്യമായിരിക്കുകയാണ്. അത് ഏറ്റെടുത്ത ആളുകൾ തന്നെ ആ ഭൂമി തിരിച്ചു വയ്ക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിന് മാറ്റമുണ്ടാകണം. തിരൂരിൻ്റെ വികസനം എന്നുള്ളത് ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന പാട് എൻ്റെ നാടിൻ്റെ വികസനം കൂടിയാണ്. അത് യാഥാർത്ഥ്യമാക്കുക, അതിന് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കും ഈ നാട്ടുകാർ. ഈ പെരുന്നാൾ ദിനത്തിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ആളുകളൊക്കെ വലിയ ആവേശത്തോടെയാണ് അങ്ങനെ സ്വീകരിക്കുന്നത്. നമുക്ക് അതാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരികയാണ്, വിമർശനങ്ങൾ വരികയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ നിന്നാണ് എൻ്റെ നാട്ടിലേക്ക് ഞാൻ മാറുന്നത്. ഞാൻ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചെയ്ത പോലെ ഒരു അബദ്ധമെങ്കിലും മനസ്സിൽ കാണുമ്പോഴേക്കും ഞാൻ മലപ്പുറത്തേക്ക് മാറി അതേ രീതിയല്ല ഞാൻ സ്വീകരിച്ചുള്ളത്. വിജയസാധ്യതയുള്ളൊരു മണ്ഡലം മാറ്റിവെച്ചുകൊണ്ടാണ് എൻ്റെ നാട് എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ ഇങ്ങോട്ട് മാറിയിട്ടുള്ളത്. അത് ഈ നാട്ടിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന, തിരൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന, തിരൂരിലും പരിസര പഞ്ചായത്തുകളിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അവരുടെ മനസ്സിലുള്ള വികസന പ്രവർത്തനങ്ങൾ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് തന്നെയാണ്.